എല്ലാവർക്കും നമസ്കാരം. ഡിയർ ഫ്രണ്ട്സ്, ഏകാന്തതയുടെ രഹസ്യങ്ങൾ, അതാണ് ഇന്നത്തെ വിഷയം. ഞാൻ നിങ്ങളോട് സമൂഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ അഥവാ മറ്റുള്ളവരെ വെറുക്കാനോ ഒന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ഉള്ള ഒരു പാതയാണ്. റിട്ടേൺ ടു യുവർ സെൽഫ്. ഒരു വ്യക്തി എപ്പോഴും മറ്റുള്ളവർക്കിടയിൽ സ്വയം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നാൽ അവൻ പതുക്കെ തന്നിൽ നിന്ന് തന്നെ അകന്നു പോകും. തന്നിൽ നിന്ന് അകന്നു പോയ ഒരാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുക? ഏകാന്തതയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട്. ഒറ്റയ്ക്കിരിക്കുക എന്ന വാക്കിന് ഏകാന്തത അഥവാ ലോൺലിനെസ് എന്നർത്ഥം ഒരിക്കലും നൽകരുത്. ഒറ്റപ്പെടൽ എന്നത് സങ്കടകരമാണ്. എന്നാൽ ഏകാന്തത, സോളിറ്റ്യൂഡ് എന്നത് ഐശ്വര്യവും പൂർണ്ണതയുമാണ്. ലോകം നിങ്ങളെ തനിച്ചായിരിക്കാൻ അല്ലെങ്കിൽ തനിച്ചിരിക്കുന്നത് ഭയമാണ് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തോന്നലുകളാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. കാരണം തനിച്ചായിരിക്കാൻ പഠിച്ച ഒരാളെ പിന്നെ ആൾക്കൂട്ടത്തിന്റെ അടിമയാകാൻ കഴിയില്ല. ആൾക്കൂട്ടം എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കാനാണ്. കാരണം നിരന്തരം സംസാരിക്കുന്നവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ചിന്തിക്കാൻ കഴിയാത്തവർക്ക് ഉണരാനും കഴിയില്ല. അതുകൊണ്ട് മൗനത്തിന്റെ കരുത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. കുറച്ച് സംസാരിക്കുക. സ്പീക്ക് ലെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മിണ്ടാതിരിക്കുക എന്നല്ല, മറിച്ച് ആവശ്യത്തിൽ അധികം സംസാരിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. എന്നാൽ കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളുടെ യജമാനനാകും. അതായത് നിങ്ങൾ വാക്കുകളെ കൺട്രോൾ ചെയ്യും. ശാന്തനായ ഒരാൾ തന്റെ സാന്നിധ്യം തന്നെ കൊണ്ട് സംസാരിക്കുന്നു. അവിടെ കൂടുതലായി ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അശാന്തനായ ഒരാൾ വാക്കുകൾ കൊണ്ട് ബഹളം ഉണ്ടാക്കുന്നു. ഇതാണ് വ്യത്യാസം. ജീവിതത്തിൽ മുന്നേറുന്നവർ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്യുന്നു. ദ പവർ ഓഫ് ലിസണിങ്. അതിലും അധികം നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഒബ്സർവേഷൻ. നിരീക്ഷണത്തിൽ ഒരിക്കലും അഹംഭാവം വരുന്നില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്രബിന്ദു ആകുന്നു. അവിടെ ഈഗോ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യും. എന്നാൽ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ സത്യം കേന്ദ്രമായി മാറുന്നു. മൗനം എന്നത് അനാവശ്യമായ കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്. അത് വെറും ബഹളമല്ല, മറിച്ച് സത്യത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഉണ്ടാകുന്ന അടയാളങ്ങളാണവ. ഊർജത്തിന്റെ ഉറവിടം. ഊർജം എന്നത് ഭക്ഷണവും കൊണ്ടോ വിശ്രമം കൊണ്ടോ മാത്രം ലഭിക്കുന്നതല്ല. നമ്മളോടൊപ്പം ഇരിക്കുമ്പോഴാണ് അവ ഉണ്ടാകുന്നത്. ബീയിങ് വിത്ത് വൺ സെൽഫ്. അനാവശ്യമായ സംസാരങ്ങളിലൂടെ നമ്മുടെ ഊർജം നഷ്ടപ്പെടുന്നു. പലരും ദിവസാവസാനം തളരുന്നത് കണ്ടിട്ടില്ലേ? അവരൊന്നും ജോലി ചെയ്ത് കഷ്ടപ്പെട്ടത് കൊണ്ടല്ല മിക്കപ്പോഴും ആ തളർച്ച അനുഭവപ്പെടുന്നത്. അത് സംസാരം കൊണ്ട് ഊർജം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഏകാന്തത ഒരു വില്ല് കുലയ്ക്കുന്നതിന് പോലെയാണ് എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഊർജത്തെ അതിന്റെ ഉറവിടത്തിലേക്ക് തിരികെ എത്തിക്കുന്നു.
ആദ്യം ഇത് അസ്വസ്ഥത ഉണ്ടായേക്കാം. എന്നാൽ നിങ്ങൾ ആ നിശ്ചലതയിൽ, ആ ദൃഢമായ ആ ഒരു പാതയിൽ തുടരുമ്പോൾ ആ അസ്വസ്ഥത പതുക്കെ പതുക്കെ ആന്തരിക ശക്തിയായി മാറും. ഇന്നർ പവർ. പുരോഗതിയുടെ അർത്ഥം എന്താണ്? അതായത് വിജയം എന്നത് പണമോ പ്രശസ്തിയാണെന്ന് ലോകം നമ്മെ പഠിപ്പിക്കും. എന്നാൽ അത് വെറും പ്രകടനം മാത്രമാണ്. അതിലൊന്നും വലിയ അർത്ഥം ഇല്ല. യഥാർത്ഥ പുരോഗതി എന്നത് ഉള്ളിലാണ് സംഭവിക്കുന്നത്. നമ്മൾ ഭയം കുറഞ്ഞവരും മറ്റുള്ളവരെ ആശ്രയിക്കാത്തവരുമാകുമ്പോഴാണ് ശരിയായ പുരോഗതി നമുക്കുണ്ടാകുന്നത്. ആൾക്കൂട്ടത്തിന് നിങ്ങളെ വേഗത്തിൽ നടത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ ശരിയായ ദിശ നൽകുന്നത് ഏകാന്തത മാത്രമാണ്. പലരും മറ്റുള്ളവർ നിശ്ചയിച്ച ലക്ഷ്യങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കപ്പോഴും യഥാർത്ഥ വിജയം എന്നത് എന്തെങ്കിലും ആയിത്തീരലല്ല. ബിക്കമിങ് സംതിങ് ഇസ് നോട്ട് ദ സക്സസ്. അത് സ്വയം ആയിരിക്കുമ്പോഴാണ് സക്സസ് ആവുന്നത്. ബീയിങ് യുവർ സെൽഫ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സക്സസ്ഫുൾ സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആന്തരിക സമാധാനവും ബോധവും വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും. പക്ഷെ സ്വതന്ത്രനാകാനുള്ള ധൈര്യം വേണം. ദ കറേജ് ടു ബിക്കം ഇൻഡിപെൻഡന്റ്. നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ ഭയപ്പെടുന്നു. കാരണം അത് നമ്മിലേക്ക് തന്നെ മുഖാമുഖം എത്തിക്കുന്നു എന്നുള്ളതാണ്. മനസ്സെപ്പോഴും എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഭാവിയിലേക്കോ മറ്റുള്ളവരിലേക്കോ ആകാം. ഏകാന്തതയില്ലാതെ സ്വാതന്ത്ര്യം സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുന്നോട്ട് പോവുക എന്നാൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നല്ല. സ്വന്തം പ്രകൃതി അനുസരിച്ച്, ഓൺ നേച്ചർ, അതായത് സ്വന്തം, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രകൃതിയുണ്ട്. അതനുസരിച്ച് നടക്കുക, ബീങ് യുവർ ഓൺ നേച്ചർ എന്നതാണ് സത്യം. ആൾക്കൂട്ടം നിങ്ങൾക്ക് സേഫ്റ്റി അഥവാ സുരക്ഷിതത്വം നൽകിയേക്കാം. എന്നാൽ അത് നിങ്ങളുടെ മൗലികത തട്ടിയെടുക്കുകയും താരതമ്യം എന്ന വിഷയം നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കമ്പാരിസൺ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡ്രെഡ്ഫുൾ പോയിസൺ. മുന്നോട്ടുള്ള പാത അതെന്താണ്? ഈ 3 തത്വങ്ങളും, അതായത് ഒറ്റയ്ക്കിരിക്കുക, കുറച്ച് സംസാരിക്കുക, മുന്നോട്ട് പോവുക, ഈ 3ഉം വേറെ വേറെയല്ല. അവ ഒന്നാണ്. ഒറ്റക്കായിരിക്കുക എന്നത് നിങ്ങളുടെ അടിത്തറയാണ്. അത് നിങ്ങളോട് തന്നെ ഇണങ്ങിയിരിക്കാനുള്ള ഒരുതരം കഴിവുണ്ടാക്കിയെടുക്കലാണ്. കുറച്ച് സംസാരിക്കുക എന്നത് നിങ്ങളുടെ ഉള്ളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാക്കുക എന്നതാണ്. മുന്നോട്ട് പോവുക എന്നത് ആൾക്കൂട്ടത്തിന്റെ കൂടെ മത്സരിക്കലല്ല. നിങ്ങളുടെ ആന്തരിക പ്രകൃതി അനുസരിച്ച് സത്യസന്ധമായി ഇരിക്കലാണ്. ആൾക്കൂട്ടം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു ഐഡന്റിറ്റി സൃഷ്ടിച്ചേക്കാം. എന്നാൽ മൗനം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിറ്റി നൽകുകയാണ് ചെയ്യുന്നത്. തനിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. സംസാരിക്കേണ്ടതെങ്കിൽ മിണ്ടാതിരിക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ
ആയിക്കോട്ടെ. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണത്തോടെ ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. അതായത്, നിങ്ങളുടെ മനസ്സ് ഒരു കലങ്ങിയ കുളം പോലെയാണെന്ന് കരുതുക. നിങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോഴും ആൾക്കൂട്ടത്തിനിടയിലായിരിക്കുമ്പോഴും അത് ആ വെള്ളത്തെ ഇളക്കുന്നത് പോലെയാണ്. അപ്പോൾ വെള്ളം ചെളി നിറഞ്ഞതായി മാറും. മൗനവും ഏകാന്തതയും എന്നാൽ ആ ചെളി നീക്കം ചെയ്യുക എന്നല്ല, മറിച്ച് വെള്ളത്തെ അനങ്ങാതെ വിടുക എന്നുള്ളതാണ്. വെള്ളം ശാന്തമാകുമ്പോൾ ചെളി താനേ അടിയും. അപ്പോൾ വെള്ളത്തിന്റെ ആഴത്തിലേക്കുള്ള തെളിച്ചം നമുക്ക് കാണാൻ കഴിയും. അതാണ് സെൽഫ് റിയലൈസേഷനിലേക്കുള്ള ആദ്യ പടി. താങ്ക് യു വെരി മച്ച്.